റൂമിലിരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസും ഒന്നുമില്ല. തിരിച്ചൊരു മീൻ കോമൺ സെൻസ് ചോദ്യം മാമിന്റെ മാത്രമേ ഉള്ളൂ. മാമിന്റെ അടുത്ത് ആണ് ആദ്യം ഇവര് വന്നത് അപ്രോച്ച് ചെയ്യുന്നത് കൊളാബിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് തന്നെ. കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ അതെ. ആരുടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കൂടിയും ടൈറ്റിലിൽ കൂടിയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതാണ് എന്നുള്ളത്. മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ മൈ വേ ബൈ കല്യാണി ചേച്ചി ഇന്നലെ ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തു. പോസ്റ്റിന് താഴെ ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. ഒരു 15% കല്യാണി ചേച്ചീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമൻസ് പോയിട്ടുള്ളത്. അപ്പം കല്യാണി ചേച്ചിക്ക് അഗെയിൻസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഓരോന്ന് സംസാരിക്കുക, കല്യാണി ചേച്ചി പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചേച്ചിട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പം വിഷയം അറിയാം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്ന ഒരു സാധനമായിരുന്നു. ചർച്ചാ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കല്യാണി എന്ന് പറയുന്ന ഈ യൂട്യൂബർ ആൾ ബേസിക്കലി ഒരു ഫാമിലി വ്ളോഗറാണ്, അല്ലെങ്കിൽ ഫുഡ് വ്ളോഗറാണ്. വീടിൻ്റെ അടുക്കളയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഡിഷസ് ആണ് സോഷ്യൽ മീഡിയയിൽ കൂടെ മെയിനായിട്ട് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ച് യൂട്യൂബിൽ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബറും റീച്ചും കിട്ടിയതോടുകൂടി കുറേ കൊളാബറേഷൻസ് ചെയ്യാൻ തുടങ്ങി. എല്ലാം കൊളാബറേഷൻസ്. ഇപ്പോൾ കുറേ പ്രൊഡക്റ്റ് റിവ്യൂസ് ഉണ്ട്. ഈ കൊളാബറേഷൻ എന്ന് വെച്ചാൽ ഒന്നിലധികം സൺസ്ക്രീനുകൾ അവരുടെ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 6-7 സൺസ്ക്രീനുകൾ ഇവർ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ കുറേ ഗ്ലോ ക്രീം, ലിപ്സ്റ്റിക്ക്, ഇതിങ്ങനെ കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങൾ കുറച്ചും കൂടെ ബുദ്ധിയും വിവരവും ബോധവും ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പ്രൊമോഷനാണെന്നും പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടെന്നും ഇവർ വലിയ രീതിയിൽ റെഫർ ചെയ്യാണ്ടാണ് ഈ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ദിവസം വ്ളോഗിൽ കൂടെ വന്നിട്ട് ആൾ തുറന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയി, അവിടെ നിന്ന് എനിക്ക് ഇന്ന ഇഷ്യൂകൾ ഞാൻ ഫേസ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അപ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത്, എന്തിനാ കല്യാണി ചേച്ചി സ്കിൻ ട്രീറ്റ്മെൻറ്റ് പോയേ? കാരണം കല്യാണി ചേച്ചിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിന്ന് വെളുക്കാനും സ്കിന്ന് തുടക്കാനും സ്കിന്ന് കറക്കാതിരിക്കാനും സ്കിന്നിന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും ആപ്പിൾ കരിഞ്ഞാലും മുഖം കരിയില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോ അല്ലേ. അത്രയും വീഡിയോ ഇടുന്ന ചേച്ചിക്ക് എന്തിനു പറ്റി സ്കിന്നിന് എന്നെല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടി ചേച്ചി ഒരു എക്സ്പ്ലനേഷൻ വരികയാണ്. ചേച്ചി ഇങ്ങനെ ഒരു ക്ലിനിക്ക് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവിടുന്ന് ലക്ഷങ്ങളോളം പൈസ മുടക്കി. എൻ്റെ സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവരെ എൻ്റെ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. അവർ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് സമ്മറിയോ അല്ലെങ്കിൽ ഞാൻ അടച്ച ബില്ലിൻ്റെ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വിഷയമായി. നമ്മൾ ആ ക്ലിനിക്ക് ഡേ4 എന്ന് പറഞ്ഞ ക്ലിനിക്കിനെ കണക്ട് ചെയ്യുന്നോട്ട് ഡോക്ടറെ കണക്ട് ചെയ്യുന്നു. ഡോക്ടർ വീഡിയോ വരുന്നു. ഡോക്ടർ വന്നിട്ട് പറയുന്നു പാരമ്പര്യമായി ഉണ്ടായിട്ടുള്ള ഒരു സാധനവും മാറ്റണം എന്നുള്ളതാണ് അവർ കാണിച്ചതെങ്കിലും അതല്ല സത്യാവസ്ഥ. അവർ ഈ സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീം യൂസ് ചെയ്തിട്ട് ഫേസിന് വന്ന സൈഡ് എഫക്റ്റ് ആണ്, അതങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന്. ഓഫ് കോഴ്സ് സ്റ്റിറോയിഡ് ക്രീം. അപ്പോൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? ഇവർ ഈ ക്രീം തേച്ചാൽ വെളുക്കുന്നു പറഞ്ഞാൽ ഇവരല്ലാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് സ്കിന്ന് വെളുപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ പെയ്ഡ് പ്രൊമോഷൻസും ഈ സ്കിൻ വൈറ്റനിങ്ങും പിന്നെ ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസും അല്ലാത്ത സ്കിൻ ക്രീം എല്ലാം കൂടെ വന്ന് വലിയൊരു അവ്യൽ പരവുമായി സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷനായി. കല്യാണി ഒരു ലോങ് വീഡിയോ ഇട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് ഞാൻ നിയമപരമായി പോകുന്നു എന്ന് പറയുന്നു. ഇപ്പുറത്തെ സൈഡിലെ ഡോക്ടർ വന്നിട്ട് ഡോക്ടറിൻ്റെ സൈഡ് ഓഫ് എക്സ്പ്ലനേഷൻ ഫുള്ള് പറഞ്ഞതിന് ശേഷം ഇനി വേണ്ട നിയമപരമായിട്ട് പോകാമെന്ന് പറഞ്ഞു. രണ്ടുപേരും കേസ് കൊടുക്കുന്നു. എല്ലാമായി നമ്മളെല്ലാം മറന്നങ്ങിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേച്ചി ഒരു പോസ്റ്റായിട്ട് വന്നത്. നമുക്ക് ആദ്യം പോസ്റ്റ് വായിക്കാം കേട്ടോ. സോ ഇതാണ് പോസ്റ്റ്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പ വർത്താനമൊന്നുമല്ല, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എൻ്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. യെസ്, ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ പല ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട് എൻ്റെ ഹെൽത്ത് കൺസേൺ അല്ലെങ്കിൽ എൻ്റെതായ കൺസേൺസിന്. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നില്ല. കാരണം എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വിളമ്പുന്നില്ല. ചേച്ചി ട്രീറ്റ്മെൻറ്റ് എടുത്ത കാര്യം ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണ്ടുപോയി വിളമ്പി. അതോടുകൂടി അതെന്തായി ചർച്ചയായി. അത് ചേച്ചി അറിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത നിങ്ങളാണ്, വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻറ്റ് വന്നത് നിങ്ങളാണ്, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് വീഡിയോസും വന്നത്. അപ്പോൾ എന്തായാലും അറിയാം കേട്ടോ. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ഈ വിഷയം ഞങ്ങളെല്ലാവരും മറന്നു.
ഇപ്പം ആരും ഈ വിഷയത്തെക്കുറിച്ചിട്ട് വലിയ രീതിയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ബോധപൂർവ്വം എന്നാ പറഞ്ഞാൽ, ചേച്ചി ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ 2 വീഡിയോയിൽ വിശദീകരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡോക്ടർ വന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ്. ഓക്കെ ഞാൻ നോക്കിയിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് നിയമപരമായ നടപടികളുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. ഓഫ്കോഴ്സ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം കേസ് കംപ്ലീറ്റ് ആയോ, തീരുമാനമായോ, റിസൾട്ട് വന്നോ, ഇനി ഡോക്ടറാണ് തെറ്റുകാരി, കല്യാണിയാണ് അടിപൊളി എന്ന് വന്നോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം ഇത്രയും കാലം സൈലൻ്റ് ആയി നിന്ന് ഇപ്പം അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടാവും, അറിയില്ല. എന്നാൽ ചില വസ്തുതകൾ പങ്കുവെക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ തീരുമാനം ആയിട്ടില്ല, നമ്മളെടുത്തോട്ട് കുറച്ച് അറിവ് തരിക. ഇവ എൻ്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങൾ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. അപ്പം എന്താണ്, നമ്മുടെ മൈവേ ബൈ കല്യാണി പറയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ രേഖപ്പെട്ട സംഘടനകൾ പറഞ്ഞിട്ടുള്ള സാധനമാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി USA രേഖാമൂലം സ്ഥിരീകരിച്ചത് അവർ കോസ്മെറ്റിക്സ് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ സ്വന്തം ഡോക്ടറിനെയാണ്. ഡോക്ടറുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഡോക്ടറുടെ പേര് ഫാത്തിമ നിലൂഫർ ഷെരീഫ്. അപ്പോൾ ഫാത്തിമ നിലൂഫർ ഷെരീഫ് പഠിച്ചു എന്ന് പറയുന്ന ഒരു കോഴ്സ്, അങ്ങനെ ഒരു കോഴ്സേ ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്, അല്ലേ? വായിച്ചു നോക്ക്. അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി രേഖാമൂലം സ്ഥിരീകരിച്ചത് അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കോഴ്സ് ഇല്ല, അങ്ങനെ ഒരു കോഴ്സ് സ്പെഷ്യലൈസേഷൻ ഇല്ല. അപ്പം ഇല്ലാത്തൊരു കോഴ്സ് പഠിച്ചു എന്നാണോ നമ്മളുടെ ചേച്ചി പറഞ്ഞത്? ചേച്ചി വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും പറയണം. രണ്ടാമത്തത്, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി തങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഈ സ്ഥാപനം ഒരു അഡിക്ഷൻ സെൻ്ററാണ്. ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കേരള മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കീഴിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ കീഴിൽ നമ്മൾ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരൊരു അക്സെപ്റ്റൻസ് തന്നാലേ നമുക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ കീഴിൽ ഇവരെ അപേക്ഷിക്കണമായിരുന്നു. അങ്ങനെ അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇവർക്കില്ല. അപ്പോൾ പറഞ്ഞത്, ആദ്യത്തെ സാധനം നിലീഫർ ചേച്ചി ഒന്നും പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ ഒരു സാധനം, നിലീഫർ ചേച്ചിയുടെ 3 സ്ഥലത്തെങ്ങാനും അല്ലേ ഈ ദെയർഫോർ ഐ എം ക്ലിനിക്കുള്ള അവിടെയൊന്നും പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷനും ചെയ്യാണ്ട് അവർ തോന്നിയ പോലെ നടത്തുകയാണ് എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് തിരുവനന്തപുരം ഒരു RTA അറിയാലോ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് കേട്ടോ. RTA അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ കേരള ക്ലിനിക് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനെയും കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഈ 2 ഇതിൻ്റെ കീഴിലും ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം ഇതിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനുള്ള റൈറ്റ് ആർക്കില്ല? ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫിനില്ല. അപ്പം പഠിപ്പുമില്ല സ്ഥാപനം. അപ്പം ഇത്രയേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരുത്തിയാണ് ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്ഥാപനം നടത്താനുള്ള ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. ഇതിനെ വളരെ ഭാഗികമായി പറയാൻ അല്ലെങ്കിൽ ഭയങ്കര വിശദീകരിച്ച് പറയാനുള്ള അറിവും വിവരവും എനിക്കില്ല. എന്ന് വെച്ചാൽ നിലൂഫർ എന്താ പഠിച്ചതെന്നുള്ളത് നിലൂഫർ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടാൽ ഡെഫിനറ്റ്ലി വന്നിട്ട് പറയും. അപ്പം നമുക്കറിയാം അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത്, എന്തായാലും രജിസ്ട്രേഷൻ എന്തിൻ്റെ കീഴിലാണ് ചെയ്തത്, ഏത് രജിസ്റ്ററിൻ്റെ കീഴിലാണ് ചെയ്തത് എന്നുള്ള കാര്യം അവരെന്തായാലും പറയട്ടെ. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. അതാത് സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ. മലയാളം വായിക്കാൻ ഇച്ചിരി റിസ്ക്കാണ്. ഈ വിഷയം നിയമപരമായി പരിഗണനയിലായതിനാൽ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എൻ്റെ പ്രേക്ഷകരോടും ഈ വിഷയത്തിൽ ആശങ്കപ്പെടുന്നവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ ഉചിതമായ ഘട്ടത്തിൽ
ശരിയായ ഉചിതമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് എൻ്റെ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവെക്കുന്നതാണ്. നന്ദി. ജീവലക്ഷ്മി KR, മൈ വേ ബൈ കല്യാണി. അപ്പം ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റിൽ മെയിനായിട്ട് പറഞ്ഞ 3 അലിഗേഷൻ. അലിഗേഷൻ നമ്പർ 1, ഇവരൊന്നും പഠിച്ചിട്ടില്ല. അലിഗേഷൻ നമ്പർ 2, ഇവരുടെ ഫേം പ്രത്യേക ഒരു രജിസ്ട്രേഷൻ്റെ കീഴിലല്ല. അപ്പം ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വരും. ഡെഫിനറ്റ്ലി നമ്മളത് എടുക്കും, സംസാരിക്കും. ഇനി ഇപ്പുറത്തെ സൈഡ്, കമ്മിങ് ടു കല്യാണി സൈഡ്. കല്യാണി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ എവിടെ നിന്നാണ് ഡെർമറ്റോളജി പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് ഇങ്ങനത്തെ സ്കിൻ കൺസേൺ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയത്? ചോദിക്കണമല്ലോ. കാരണം ഇത്രയും സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമേ ഒരു സ്ഥാപനം നിലനിൽക്കാവൂ എന്ന് പറഞ്ഞ ആയതുകൊണ്ട് ചോദിക്കുക. ഇവരൊരു ബിൽഡിങ്ങിനുള്ളിൽ ഇരുത്തിയിട്ടാണ് നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുഖത്ത് ക്രീം തരുന്നതെങ്കിൽ നിങ്ങൾ ക്യാമറ എടുത്ത് വെച്ചിട്ടാണ് നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ അത് തേക്ക്, ഇത് തേക്ക്, അത് തേച്ചാൽ വെളുക്കും, ഇത് തേച്ചാൽ വെളുക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആണുള്ളത്? കാരണം ഒരു സാധനം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, യൂസ് ചെയ്തത് വേണം, എക്സ്പീരിയൻസ് വേണം. അല്ലെ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പം 1 മാസം 2 മാസം ഉപയോഗിച്ച രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ അതൊന്നും ഇന്നേ വരെ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇന്നേ വരെ ഒരു വീഡിയോയിലും നിങ്ങളിങ്ങനെ കുറേ കാലങ്ങളായി ഉപയോഗിക്കുന്ന രീതിയിലോ ആ പ്രൊഡക്റ്റ് മുഴുവനായി ഉപയോഗിച്ച് തീർന്ന രീതിയിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇത്രമാത്രം മറ്റൊരാളുടെ ഈ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു സാധനം നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ചോദിച്ചത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു മെഡിക്കൽ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല. അത് മെഡിക്കൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ഞാനൊരു മെഡിക്കൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഡി അഡിക്ഷൻ സെൻ്ററാണ്. ഞങ്ങൾക്ക് എത്ര ഇൻസ്പെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ ഗവൺമെൻറ് അതോറിറ്റിന്നോ പ്രൈവറ്റ് അതോറിറ്റിന്നോ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻസ്പെക്ഷൻസ് വരും. നമ്മുടെ ഫയൽസ്, നമ്മുടെ രജിസ്റ്റേഴ്സ്, നമ്മുടെ IP, OP എല്ലാ കുന്ത്രാണ്ടങ്ങളും എടുത്ത് ചെക്ക് ചെയ്യും. അപ്പം ഇവരിങ്ങനെ ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് രജിസ്ട്രേഷനും ഇല്ല, ഒരു കുന്തുമില്ല, പഠിച്ചിട്ടുമില്ല. പിന്നെ എന്ത് ബേസിസിലാണ് ഇവർ ഇത്രയും കാലം ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുപോയത്? അവിടെ ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ലേ? ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അതില്ലേ? ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ സ്ഥാപനം ഓഫ് കോഴ്സ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാബിനിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്ലേസസിലും ഞങ്ങളുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഞങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. മീൻസ് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥാപനത്തിനുള്ളിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ? ഒരു രജിസ്ട്രേഷൻ ഇതും ഇല്ലാണ്ട് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് വെറുതെ ആ സ്പേസിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇപ്പം കല്യാണി ചിലപ്പം ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസിൻ്റെ കീഴിൽ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അതിനുതകുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും കേസസിൽ അവർ ചെയ്തുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലല്ലോ. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. കാരണം ഇത്രത്തോളം റെഫർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുക. ഞാൻ ആളുടെ ജസ്റ്റ് ഒരു ഗൂഗിൾ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. MBBS from Rajiv Gandhi University of Health Science India, a Master of Science in Dermatology from King University, London, and Advanced International Training in Aesthetic Medicine, Cosmetic Chemistry, Laser and Injectable from the UK, USA and Singapore. ഇതാണ് ആളുടെ പ്രൊഫൈൽ ഇട്ടിട്ടുള്ളത്. ഇത് ഗൂഗിളിൽ കണ്ടിട്ടുള്ള ഒരു പ്രൊഫൈലാണ്, ഞാൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ MBBS ഓഫ് കോഴ്സ് പഠിച്ചു രാജീവ് ഗാന്ധി ഹെൽത്ത് സയൻസിൽ നിന്ന്, MSc ഇൻ ഡെർമറ്റോളജി കിങ് യൂണിവേഴ്സിറ്റി ലണ്ടൻ. പിന്നെ അതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്. ഇപ്പം ഞാൻ പഠിച്ചത് BSW ആണ്. BSW കഴിഞ്ഞ് ഞാൻ MSW പഠിച്ചു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡി അഡിക്ഷൻ സെൻ്ററിലാണ്. അപ്പോൾ നമുക്ക് ഇതിന് ബേസായിട്ട് നമ്മൾ പല രീതിയിലുള്ള കോഴ്സുകളും പഠിക്കും. ഞാനിപ്പോൾ കറൻറ്റ്ലി CBT പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പ്രാക്ടിക്കൽ കൗൺസിലിംഗ് കഴിഞ്ഞു, തെറാപ്പീസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മളുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി ഫീൽഡും കാര്യങ്ങളൊക്കെ പഠിക്കും. ആൻഡ് ഇവരിവിടെ MSc ഓഫ് കോഴ്സ് ഡെർമറ്റോളജിയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലേസർ ട്രീറ്റ്മെൻറ്റ്, കോസ്മെറ്റിക് കെമിസ്ട്രി, ത്രെഡ് ലിഫ്റ്റ് ആൻഡ് ഇൻജെക്റ്റബിൾ ഫ്രം ദ USA, UK, സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഈ 3 സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ USA ഇല്ലാന്ന് പറഞ്ഞു, അപ്പോൾ UK ഉണ്ടല്ലോ, സിംഗപ്പൂരിലുണ്ടല്ലോ. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പറയുമ്പോൾ അത്രത്തോളം പ്രൂഫും അതും ഇതും വെച്ചിട്ട് വേണം പറയാൻ. അത്രമാത്രം പ്രൂഫും കാര്യങ്ങളൊന്നും ഞാനിതിൽ കാണാത്തത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ കണ്ടത് പ്രകാരം 2015 ഇവരുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 2015, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26 11 കൊല്ലം.
ഈ 11 കൊല്ലം ഒരു പഠിപ്പും ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാണ്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയി എന്നാണോ കല്യാണി പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഇവരുടെ ഒഫീഷ്യൽ ഗൂഗിളിലാണെങ്കിലും ഇവരുടെ വെബ്സൈറ്റിലാണെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ പ്രൊഫൈലിലും എഴുതിയിട്ടിട്ടുണ്ട്. ഒരാൾ വെറുതെ എഴുതിയിടുന്ന സാധനമല്ല ഡോക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെതായ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ഇതൊക്കെ എഴുതിയിടാൻ പറ്റൂ. അതൊന്നുമില്ല എന്നാണോ? സത്യം പറയാം, ഞാനിത് കംപ്ലീറ്റ് ഇരുന്ന് പരതിയ സമയത്തും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരതിൽ പറഞ്ഞ കോഴ്സിൻ്റെ പേര് കോസ്മെറ്റിക് കെമിസ്ട്രി ആണ് കേട്ടോ. ഞാനിവിടെ അടിച്ചു നോക്കുന്ന സമയത്ത് ഇൻ്റർനാഷണലി ഒക്കെ കോസ്മെറ്റിക് കെമിസ്ട്രി ട്രെയിനിങ്ങുകളൊക്കെ ഞാനിതിൽ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയതാണ്. കോസ്മെറ്റിക് കെമിസ്ട്രി പ്രോഗ്രാം ഇൻ USA എന്ന് അടിച്ചു നോക്കിയ സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാറ്റി ഒരു വർഷത്തെ ഒരു കോഴ്സ് ഇതിൽ കാണുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ അങ്ങനെ ഒരു കോഴ്സ് കാണുന്നുണ്ട്, അതും 12 മാസമാണ്. പിന്നെന്താ, പിന്നെ അവരുടെ സാലറി ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു കോഴ്സേ ഇല്ല. അല്ലെങ്കിൽ എനിക്കിതിൽ മനസ്സിലാവാത്ത, ഞാൻ ഒരിക്കലും കല്യാണിക്ക് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് പറയാമെന്ന് കരുതല്ല, എനിക്ക് മനസ്സിലാവാത്ത, ഞാൻ ഈ ഒരു മെഡിക്കൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, വേണ്ട രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ പെർമിഷൻസോ ഇല്ലാണ്ട് ഒരാളും ഒരു മെഡിക്കൽ സെറ്റിംഗ് തുടങ്ങില്ല. നമ്മളൊരു ചായക്കട തുടങ്ങുന്ന പോലെയല്ല ഇങ്ങനെ മെഡിക്കൽ സെറ്റിംഗ് എന്ന് വെച്ചാൽ എന്തോ, അത് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഇനി നമ്മളല്ലാണ്ട് കുട്ടികളെ നോക്കുന്നതാണെങ്കിലും പല്ലിൻ്റെ ആണെങ്കിലും ഡി അഡിക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു ചായക്കട തുടങ്ങുന്ന പോലെയല്ല ഈ ഒരു മെഡിക്കൽ സെറ്റിംഗ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ. അവിടെ ഒരാൾ ട്രീറ്റ്മെൻറ്റ് വന്ന് അവന് ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഊപ്പാട് പോയി, അവൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു സാധനമാണ്. സ്കിന്നിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്ന് സ്കിന്ന് ഫുള്ള് കരിഞ്ഞ് വേണായി പോയിട്ടുണ്ടെങ്കിൽ അവർ മേലോട്ട് നോക്കി ഇരിക്കും, ഒരു കേസ് കൊടുക്കില്ലേ? അപ്പോൾ ഒന്നും അറിയാണ്ട്, ഒരു വിവരവും ഇല്ലാണ്ട്, ഒരു ബോധവും ഇല്ലാത്ത ഒരാൾ വെറുതെ ഇങ്ങനെ ഒരു സാധനം തുറന്ന് വെക്കും എന്നുള്ളത് എനിക്ക് പേഴ്സണലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരും കരുതണ്ട ഇനി ചായക്കട തുടങ്ങുന്നത് വളരെ എളുപ്പമാണ്. ചായക്കടയും അത്ര എളുപ്പമൊന്നുമല്ല. അതിനും അതിൻ്റെതായ രീതിയിൽ 100 കൂട്ടം പ്രൊസീജിയർ ഉണ്ട്. പഞ്ചായത്ത് പോകണം, സർട്ടിഫിക്കറ്റ് അത് എടുക്കണം, അതുപോലെ ഫുഡ് ടീം വരും, ചെക്ക് ചെയ്യും, അത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പറയാം, നമ്മൾ കൊടുക്കുന്ന ചായയും പരിപ്പടിയും ആയതുകൊണ്ട് വലിയ വിഷയമല്ല, അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സ്കിൻ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗുളിക അയാൾക്ക് ഏറ്റില്ലെങ്കിൽ എല്ലാ ഗുളികയും എല്ലാവർക്കും ഒരുപോലെ ഏക്കില്ല. ഞാനൊരു കൺസേണും കൊണ്ട് പോയി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, എൻ്റെ വേറെ ഫ്രണ്ട് പോയി ഒരേ കൺസേണും കൊണ്ട് പോകുമ്പോൾ 2 പേർക്ക് 2 രീതിയിലുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ കൊടുക്കുക വെൻ ഇറ്റ് കംസ് ടു സ്കിൻ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ, ആൻഡ് പ്രത്യേകിച്ച് സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 75% എടുക്കുന്നത് പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ലൈഫിൽ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനമാണ് സ്കിന്ന്. ആ സ്കിന്നിന് എന്തെങ്കിലും ഒരു അബദ്ധം കിട്ടിയാൽ, ഈവൻ നിങ്ങൾക്കറിയാം സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാർ വരെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം എന്തെങ്കിലും ഒരു അബദ്ധം സ്കിന്നിന് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് എഗെയിൻസ്റ്റ് ചോദ്യങ്ങൾ വരും, വർത്തമാനങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, ഡയലോഗുകൾ വരും എന്നുള്ളത് ഇവർക്കറിയാം. ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയ ഒരു ക്ലയൻറ്റ് ഒരു 5 ഇയർ കഴിഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ അയാൾ പറയുകയാണ് 5 വർഷം മുമ്പ് എൻ്റെ സ്ഥാപനത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അയാളുടെ ഡിസ്ചാർജ് കേസ് കൺസേൺ, അയാളുടെ മെഡിസിൻസ്, ഇതെല്ലാം കൊടുക്കേണ്ട ഈ മെഡിക്കൽ സെറ്റിങ്ങിലുള്ള നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഒരു സ്കിൻ കൺസേൺ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, ഞാനത് തുറക്കട്ടെ, ഇതിൻ്റെ പെർമിഷൻ ഇല്ല, എനിക്കറിയില്ല. ആൻഡ് അങ്ങനെ ഒരു പെർമിഷനും ഒന്നും ഇല്ലാണ്ട്, ഒരു അതോറിറ്റി ഇല്ലാണ്ട്, ഒരു റിസൾട്ടും ഇല്ലാണ്ട്, ഒന്നുമല്ലാത്തൊരു സ്ഥാപനം ഇത്രയും കാലം നിലനിന്ന് പോവോ? ആൻഡ് നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളൊരു കൊല്ലംകാരിയാണ്, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയത് തിരുവനന്തപുരമാണ്. ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം വായിച്ച് നോക്കി മനസ്സിലാക്കി റെഫർ ചെയ്തതിന് ശേഷം മാത്രമാണ് കല്യാണി പോയത്. ഒരു ഗുണവും ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ ഐ ബിലീവ് കല്യാണി പോവില്ല. അപ്പം അത്രത്തോളം റീച്ചും ഇതൊക്കെ ഈ സ്ഥാപനത്തിന് കിട്ടുമ്പം അവർ ഒന്നിൻ്റെ ബേസിസിലും ഇത് തുറക്കുന്നില്ല, അല്ലെ ഒന്നിനും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അവർക്ക് ഈ സ്ഥാപനയെ നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനം എനിക്കറിയില്ല, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നാമത് എൻ്റെ വർക്ക് ലൈഫ് എൻ്റെതായ കാര്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ യൂട്യൂബ് മാത്രമായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ നീരുൽ ഷെലീഫിനൊക്കെ ചില ആൾക്കാർ വിളിക്കുന്ന പോലെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് ഇതിനെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇടായിരുന്നു. പക്ഷെ ഞാൻ വെച്ചു, എനിക്കറിയാം 1-2 ദിവസം കൊണ്ട് തന്നെ ഇവർ ആ ഡോക്ടർ വന്നിട്ട് അവരുടെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ആ വിഷയത്തെ കുറിച്ചിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് നല്ല 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 ക്ലിയറായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനിങ്ങനെ നോക്കാത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി പോസിബിൾ ആണ്, അല്ലെ പ്രാക്ടിക്കലി ചെയ്യും, അതിനുള്ള ഒരു
എങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്നെ ഷോക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ താഴെ വന്ന കമൻസ് ആണ്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര്, അതിൽ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് വരെ ഇവർക്ക് ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ കൂടെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം ഒരു സ്ഥാപനത്തിന് അഗെയിൻസ്റ്റ് സംസാരിക്കുക, നിങ്ങളെല്ലാവരും ഒന്ന് റെഫർ ചെയ്ത് നോക്കിയോ. ഞാനിത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ സംസാരിച്ചേനെ. ഇവർ ഈ പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വെച്ചതും അതിൻ്റെ പ്രൂഫ് ഇവർ ഈ വീഡിയോയിൽ വെക്കണമായിരുന്നു, അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ വെക്കണമായിരുന്നു. അത് ഇവർ വെച്ചിട്ടില്ല. അങ്ങനെയാണ് ഓഫ് കോഴ്സ് കല്യാണി പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനം എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ചോദിക്കായിരുന്നു. കല്യാണി ഇത് വെക്കാത്തിടത്തോളം കാലം, കല്യാണി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ വന്ന് നിന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഡയലോഗ് എഴുതുന്ന ഒരു സാധനത്തെ എങ്ങനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റും? ഈ ലൈക്കും കമൻറ്റും അടിച്ച ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു സാധനത്തെ ഇരുന്ന് ന്യായീകരിക്കുന്നേ? ആൻഡ് ഒരു സ്ഥാപനം ഒരു ഓപ്പണിംഗ് അല്ല, 3 or 4 ദെർഫോർ ഐ എം ക്ലിനിക്കിൻ്റെ ഉണ്ട്. അപ്പം അതൊക്കെ ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒരു കൺസേൺ പറയാൻ വേണ്ടി മാത്രം ഈ വീഡിയോ എടുത്തത്. ദാറ്റ്സ് എ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്തി ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ആൻഡ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ബാക്കിൽ ആരാ കളിക്കുന്നത്, ബാക്കിൽ ആരുടെ പവറാണ്, ആരാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ആ ഗെയിം ആ രീതിയിൽ തന്നെ കളിക്കൂ, ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യൂ, ഒരു വിഷയമില്ല. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ഈ വെച്ച കളി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് അഗെയിൻസ്റ്റും ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷൻ അഗെയിൻസ്റ്റുമാണ് നിങ്ങൾ സംസാരിച്ചത്. എനിക്ക് കല്യാണി എത്ര എഡ്യൂക്കേറ്റഡ് ആണ് എന്ന കാര്യം എനിക്കറിയില്ല, കല്യാണീൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണെന്നും എനിക്കറിയില്ല. പക്ഷെ ഇത്രയും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നു, അവരെ നിലനിർത്തിക്കൊണ്ട് പോയിന്ന് സക്സസ്ഫുൾ ആയി കൊണ്ട് നടക്കുന്ന അവരുടെ സ്ഥാപനത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ റൈറ്റ് തിങ്. ആൻഡ് അത് അവർക്ക് വേണേ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ അവരെ ഒന്നും അല്ലാണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കേസ് കൊടുക്കാം. ആ കേസ് പിന്നെ വലിയ വിഷയങ്ങളാവാനുള്ള ചാൻസ് ഉണ്ട്, കോമ്പൻസേഷനോ അങ്ങനത്തെ രീതിയിലൊക്കെ ഈ സാധനം പോവാം. എനിക്കറിയില്ല, നിയമ റിലേറ്റഡ് ആയിട്ട് അറിയില്ല, പക്ഷെ എൻ്റെ ഒരു പൊതുബോധത്തിൽ നിന്ന് ഞാൻ പറയാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന ആൾ ഈ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒന്ന് കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരുടെയും ക്വാളിഫിക്കേഷനിലോട്ടൊക്കെ പോയാൽ പിന്നെ ഇപ്പോൾ ഈ നീറ്റിൻ്റെ കോൺട്രവേഴ്സി ഇത്രത്തോളം വിഷയമാവാനുള്ള കാരണം എന്താ പറയുക, കുട്ടികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ഈ നിലയിലെത്തിയിട്ട് അവർക്ക് വേണ്ട ഒരു സാധനം കിട്ടിയില്ല. അങ്ങനെയാണ് അത് അത്ര വലിയ വിഷയമായത്. അതുപോലെയാണ് നമ്മൾ പഠിച്ച ആൾക്കാരുടെ പഠിപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലോ അവർ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതോ അവരുടെ സ്ഥാപനത്തിനൊരു ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറയുന്നതോ അതങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ് എൻ്റെ വർക്ക് പ്ലേസ്. കാരണം ഞാൻ കഴിഞ്ഞൊരു 4.5 year ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസാണ്. അപ്പം എൻ്റെ പ്ലേസിൻ്റെ ക്രെഡിബിലിറ്റിനെയോ ഇതിനെയോ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നുണയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും കേട്ടിരിക്കില്ല. അങ്ങനെ ഇരിക്കില്ല എന്നാണ് എനിക്ക് ആളെയും തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റർഡ്. ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്.